അടുത്തത് നമ്മൾ പറയാൻ പോണത് റുത്തർഫോർഡിൻ്റെ മോഡലിൻ്റെ ഡ്രോബാക്സ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു വാട്ട് വെയർ ദ ഒബ്സർവേഷൻസ് ഓഫ് റുത്തർഫോർഡ് മോഡൽ, വാട്ട് വാസ് റുത്തർഫോർഡ്സ് കൺക്ലൂഷൻസ്, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ റുത്തർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഡ്രോബാക്സ്. ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ പരിമിതികൾ അല്ലേ, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന തെറ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ പറയണം. ഇലക്ട്രോണും ഇറ്റ് ഈസ് റിവോൾവിങ് റൗണ്ട് ദ ന്യൂക്ലിയസ് എന്ന് റുത്തർഫോർഡ് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു കാര്യം ഇതാണ്, ഇലക്ട്രോണും നടുക്കുള്ള ന്യൂക്ലിയസും തമ്മിൽ, പോസിറ്റീവ് ചാർജും തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ആ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനാണ് ഇലക്ട്രോണിനെ അവിടെ ഓർബിറ്റിൽ നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നതെന്നാണ് റുത്തർഫോർഡിൻ്റെ സജഷൻ. പക്ഷേ ലേറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വന്നു. ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം പറയണത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചാർജുള്ള ബോഡി ഇഫ് ഇറ്റ് ഈസ് ആക്സിലറേറ്റിംഗ് ഇറ്റ് വിൽ ലൂസ് എനർജി എന്നാണ്. When a charged body is moving, accelerating means when it is moving, it will lose energy. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ എനർജി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? അത് അത്രയും ദൂരെ മൂവ് ചെയ്യാനുള്ള ഓരോ പ്രാവശ്യം അത് ഓരോ ഓർബിറ്റിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ എനർജി നഷ്ടപ്പെട്ട് അതെന്ത് സംഭവിക്കണം? അവസാനം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ വന്ന് പതിക്കണം അല്ലേ, ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഈ മൂവ്മെൻറ്റ് അത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറിക്ക്, ബിക്കോസ് ഇലക്ട്രോൺ ഒരു ചാർജുള്ള പാർട്ടിക്കിളാണ്. ഇലക്ട്രോൺ ഇസ് നെഗറ്റീവ്ലി ചാർജ്. സോ ചാർജുള്ള ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പം അതിൻ്റെ എനർജി നഷ്ടപ്പെട്ട് അത് എന്തുകൊണ്ട് ന്യൂക്ലിയസിൽ പതിക്കുന്നില്ല, ആറ്റം എന്തുകൊണ്ട് അൺസ്റ്റേബിൾ ആവുന്നില്ല? അപ്പോൾ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ റുത്തർഫോർഡിന് പറ്റിയില്ല. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി വന്നപ്പോഴാണ് റുത്തർഫോർഡ് മോഡലിൻ്റെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് തിരിച്ചറിയുന്നത്. ഓക്കെ, പിന്നെ ഈ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഇത്ര എനർജി ഉള്ളത് ഇന്ന ഓർബിറ്റിൽ, ഇത്ര എനർജി ഉള്ളത് ഇന്ന ഓർബിറ്റിൽ, അങ്ങനെയൊന്നും ഇരിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ റുത്തർഫോർഡിന് പറ്റിയില്ല. സോ റിമെമ്പർ, അതുപോലെ നമ്മൾ പറയും സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്തുകൊണ്ട് ഒരു ഇലക്ട്രോൺ നമ്മളൊരു എലമെൻറ്റിൽ നമ്മൾ ഇലക്ട്രിക് ഡിസ്ചാർജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒബ്സർവ് ചെയ്യുമ്പം സ്പെക്ട്രോമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഉപകരണത്തിലൂടെ അതിനെ ഒബ്സർവ് ചെയ്യുമ്പം നമുക്ക് കുറേ ഫൈൻ ലൈൻസ് ഇങ്ങനെ കാണാൻ പറ്റും. അതൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്യണത് എന്നൊന്നും റുത്തർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് വെയർ ദ ഡ്രോബാക്സ് ഓഫ് റുത്തർഫോർഡ് മോഡൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഒന്ന്, റുത്തർഫോർഡ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. രണ്ടാമത്തത്, റുത്തർഫോർഡ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്പെക്ട്രം. ഓക്കെ, ഈ 2 പോരായ്മകളാണ് റുത്തർഫോർഡ് മോഡൽ. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, ഒരു തിയറിക്ക് ഒരു ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ ഷുവറായിട്ടും അതിൻ്റെ മേലെ സ്റ്റഡീസ് നടക്കും, അടുത്ത തിയറി വരും ഇല്ലേ. സയൻസിൻ്റെ പ്രത്യേകത അതാണ്. ഇന്ന് നമ്മൾ പറയണത് എല്ലാം നാളെ തെറ്റായിക്കോളും അല്ലേ. തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ബ്ലാക്ക് ഹോൾ തിയറിയൊക്കെ നിങ്ങൾക്കറിയാം, സ്റ്റീഫൻ ഹോക്കിൻസ് തന്നെ ആദ്യം സജസ്റ്റ് ചെയ്തതാണ്. അയാൾ മരിക്കണതിന് മുമ്പ് തന്നെ അയാളതൊക്കെ തിരുത്തിയും പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ ഇന്ന തെറ്റുകളുണ്ടായിരുന്നു എന്നുള്ളതും പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അത് ഓർമ്മിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. ഓക്കെ.